ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ടൊരു ജെല്ലി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 250 ml വെള്ളം, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത്, ഞാൻ സ്പ്രൈറ്റ്, സ്ട്രീം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതിൽ ഞാൻ സ്ട്രീം എന്ന് പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്കാണ് ഒഴിക്കുന്നത്. അത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് സ്പ്രൈറ്റോ അല്ലെങ്കിൽ 7up എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ആ വെള്ളത്തിനകത്തോട്ട് 250 ml വെള്ളത്തിനുള്ളിൽ ഒരു ഫുൾ സ്പ്രൈറ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ജെല്ലി പുഡിങ്ങാണ്. ഞാനൊരു ലെമണിൻ്റെ ഫ്ലേവറുള്ളൊരു പുഡിങ്ങിൻ്റെ ജെല്ലി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന മിക്സാണ്. അത് ഞാൻ ലെമണിൻ്റെ ഫ്ലേവറാണ് എടുത്തേക്കുന്നത്. ആ പാക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്. ഈ സ്പ്രൈറ്റിൻ്റെയും ഇതിൻ്റെ എല്ലാം കൂടി ഒരു ഫ്ലേവർ വരുമ്പം നല്ലൊരു വെറൈറ്റി ഒരു ജെല്ലി പുഡിങ്ങാണ്. എന്നിട്ട് ഞാൻ ആ പാക്കറ്റ് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ സ്പ്രൈറ്റിലോട്ട് ഇടുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആ പാക്കറ്റ് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലെമണിൻ്റെ ഫ്ലേവർ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ലെമണിൻ്റെ ഫ്ലേവറുള്ള ജെല്ലി ഞാൻ എടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചേരുവ ഇതിന് വേണ്ടിയുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ആ ജെലാറ്റിനൊന്ന് മെൽട്ടാവുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഡെസേർട്ടാണ്. നമ്മൾ ആ ജെലാറ്റിനൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ശരിക്കും നിങ്ങൾക്ക് ലെമൺ യൂസ് ചെയ്ത പോലെ വേറെ ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു 4 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഒരു ജെല്ലി പുഡിങ്ങിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് കിട്ടും. ചൂടോടെ തന്നെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ജെല്ലിയുടെ ഇതിൽ നമുക്ക് കിട്ടും. 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് 2 സ്ട്രോബെറിയും കുറച്ച് പുതിനയുടെ മിൻറ്റ് ലീവ്സ് ഇല്ലേ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ആദ്യം ഞാൻ മിൻറ്റ് ലീവ്സ് എടുക്കുകയാണ്. അതിൻ്റെ ഇലകൾ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തിടുവാണ്. നമ്മൾ ഈ ജെല്ലി പുഡിങ്ങിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിൻറ്റിൻ്റെ ഫ്ലേവറോടൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഓരോ ഇല സെപ്പറേറ്റ് ആയിട്ട് മുറിച്ച് മാറ്റാണ്. അങ്ങനെ ഞാൻ ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ ആക്കിയിട്ട് താഴെ ഒരു ലീഫും അങ്ങനെയൊക്കെ വെക്കാനാണ് പ്ലാന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിൻറ്റ് ലീവ്സിൻ്റെ ചെറിയ ഇലയും അതിനനുസരിച്ചുള്ള വലിയ ഇലയും ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഞാൻ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ തോല് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. തോല് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് വെക്കാനായിട്ടാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ സ്ട്രോബെറിയുടെ തോല് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഒരു സ്പ്രൈറ്റിൻ്റെയും ലെമണിൻ്റെ ജെല്ലി ആയിട്ട് ആ ഫ്ലേവറോടെ കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റി പുഡിങ്ങാണ്. ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ സ്ട്രോബെറി എല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ തൊലിഭാഗം മാത്രം, ഫ്ലഷ് അധികം എടുക്കുന്നില്ല, തൊലിഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ 4 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഫുള്ളായിട്ടല്ല എടുക്കുന്നത്, ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ജെല്ലി ശരിക്കും നല്ല പാടാണ് സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ. കാരണം ചെറുതായിട്ടൊന്ന് ഇതായാൽ തന്നെ അത് പൊട്ടിപ്പോവും. അതാണ് ഞാൻ സൂക്ഷിച്ച്
നല്ല സ്ക്വയർ ഷേപ്പിലായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അത്ര പെർഫെക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും ഓക്കെ. നമുക്ക് കാണുമ്പം നമ്മൾ സാധാരണ ഫുള്ളായിട്ടുള്ള ജെല്ലി പുഡിംഗ് അല്ലേ, ഇതിപ്പോൾ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊരു സ്ക്വയറായിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ ഓരോന്നും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിനെയാണ് ഇനി നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രോബെറി മിൻറ്റ് ലീവ്സും നേരത്തെ മാറ്റി വെച്ചത്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ സ്ക്വയർ ഷേപ്പിൽ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പാടാണ് ശരിക്കും, അത് നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് പിടിക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. അത് കാരണം സൂക്ഷിച്ചെടുക്കണം. ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ ഫുള്ളായിട്ടുള്ള ഷേപ്പ് മാറ്റിയിട്ട് ജസ്റ്റ് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്താന്ന് വിചാരിച്ചാണ്. പക്ഷേ നല്ല പണിയാണ്. അങ്ങനെ ഞാൻ ചെറിയ ഒരു പെർഫെക്റ്റ് ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ്. നമുക്കിനി ആ സ്ട്രോബെറിയും മിൻറ്റ് ലീവ്സും ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ചെറിയൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിടുകയാണ്. പെർഫെക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. ലുക്കിലല്ല കാര്യം എന്ന് പറയുന്ന പോലെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. സ്പ്രൈറ്റിന് പകരം നിങ്ങൾ സ്പ്രൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഏതും യൂസ് ചെയ്യാം. ഞാൻ എന്നിട്ട് സ്ട്രോബെറി കട്ട് ചെയ്ത് തോല് ഭാഗം കട്ട് ചെയ്ത സ്ട്രോബെറി എൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ആ മഞ്ഞയുടെ മുകളിൽ റെഡ് വരുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡിസൈനല്ലേ, അപ്പം നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിസൈനിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി പുഡിങ്ങാണ്. ഫുള്ളായിട്ട് നമ്മൾ ജെല്ലി മാത്രമല്ല യൂസ് ചെയ്ത് ചെയ്യുന്നുള്ളൂ. ഇതിപ്പം സ്പ്രൈറ്റും ആ ലെമണിൻ്റെ ജെല്ലി ഫ്ലേവറോടൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ മിൻറ്റ് ലീവ്സിൻ്റെ ഇല ഓരോന്നിലും അതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഏകദേശം ഒരു ഫ്ലവർ പോലായി, എങ്കിലും പൂർണ്ണമായിട്ടില്ല, എങ്കിലും നല്ല ഭംഗിയുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എല്ലാവരും അടിച്ച് പൊളിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും പുതിയ വർഷം നല്ലത് വരട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.